ഇന്ന് നമ്മുടെ തോരൻ എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു ആയിരിക്കും. ചക്കക്കുരു ചീരയിലയും കൂടെ കൂടിയിട്ട്, ചീരയില എന്ന് വെച്ചാൽ പയറിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കും. ആ നാടൻ ഐറ്റമാണ് അത്. ചക്കക്കുരു അരിയണം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ഭൂരിഭാഗം ആണുങ്ങൾക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല. ഞാൻ നാട്ടിൻപുറത്തുകാരനായതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം. ഞാൻ ചക്കക്കുരു മാങ്ങയൊക്കെ തിന്നാൻ ജീവിച്ചേക്ക് വളർന്നേക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ ജസ്റ്റ്. അത് ചക്കക്കുരു അരിയാം. അത് വേറെ ഒന്നുമില്ല. ചക്കക്കുരു ഇങ്ങനെ എടുക്കുക, കത്തിയെ തന്നെ വയ്ക്കുക, കത്തിയിൽ വെച്ച് പൊളിക്കാം. മനസ്സിലായോ? കത്തിയിൽ വെച്ച് ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ കത്തിയെ തന്നെ തിരിക്കും. കത്തിയിൽ നിന്ന് ഈ സാധനം എടുക്കുക. ഇപ്പോൾ നമ്മൾ വട്ട അരിഞ്ഞിട്ടുണ്ടല്ലോ, അത് 4 പീസാക്കുക. അതാണ് ചക്കക്കുരുവിന് അരിയണത്. ഇങ്ങനെയാണ് അതെ തോരനകത്തിടാൻ വേണ്ടിയിട്ട്. ചക്കക്കുരു മാത്രമായിട്ടാണെങ്കിലും മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പുളി സാധനം അരിയും. ഇത് നമ്മളെ കാണിച്ചു തരാം. ചക്കക്കുരു കത്തിയെ തന്നെ വയ്ക്കുക. കത്തിയെന്ന് ചക്കക്കുരുവിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കുക. കത്തിയെ തന്നെ ചക്കക്കുരു ഇരിക്കും. അതിങ്ങനെ നൈസായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ല, ഈസി വേ. പണി സിമ്പിൾ പണിയുള്ളൂ. പണി അറിയണമെന്ന് മാത്രം. എന്ത് പണിയാണെങ്കിലും അറിയണം, എന്നാൽ മാത്രമാണ് പണി ഈസിയായിട്ട് നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പെടും. ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ പെടും. പ്രത്യേകിച്ച് സിംഗിൾ ലൈഫൊക്കെ ആണെങ്കിൽ നോക്കണ്ട. അവൻ്റെ കാലം, അവൻ്റെ അധോഗതി എന്ന് പറഞ്ഞാൽ മതി.